അതിന് സമയം കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു. അടുത്ത ദിവസത്തിൽ ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലോ രണ്ടാമത് മുഷാവറ വിളിക്കാൻ തീരുമാനിച്ചു. ഇത് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. അത് അതിലേക്ക് മുഴുവൻ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പം അതന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ പല പരാതികളും വന്നിട്ട് നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാലോ പല പരാതിയും വന്നിട്ടുണ്ടെന്ന്. രണ്ട് ഭാഗത്തുനിന്നുള്ള അതന്നെ അതായിരിക്കും. നിങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏത് പരാതിയെന്ന് ചോദിച്ചത്, ആ പരാതിനെ പറ്റിയാണ് ഞാൻ പറയണത്. അല്ല, അതിൽ പല പരാതികളുണ്ട്. അത് ഞാൻ അടുത്ത് പറയണല്ലോ. അപ്പം അന്ന് പറയാം. എല്ലാത്തിനും പെട്ട് എല്ലാത്തിനെ സംബന്ധിച്ചുമുള്ള പരാതികളുണ്ട്. ആ പരാതികൾ വിശദമായി അടുത്ത് അതിനെ മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മുഷാവറയിൽ ചർച്ച ചെയ്യും. അതെ, പരാതികൾക്ക് മാത്രമായിട്ട് സമസ്ത ഇനിയൊരു യോഗം കൂടുമെന്നാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞ യോഗമാണ് ഇൻഷാ അള്ളാഹ് ജനുവരി 7-ാം തീയതി നടക്കാൻ പോകുന്നതെന്നാണ് വാർത്തയിൽ കണ്ടത്. മുഷാവറ നമുക്കറിയാം, അവർ തമ്മിൽ തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. വലിയ കലഹങ്ങൾ, വലിയ വാഗ്വാദങ്ങളോടുകൂടി സമാപിച്ചതാണ്. മുതിർന്ന നേതാക്കന്മാർ തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ആരൊക്കെയാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചത്, അത് പിന്നീട് എങ്ങനെ തർക്കമായി, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ സമസ്ത പോലെ ഒരു പണ്ഡിത സഭയിൽ ഇത്തരത്തിൽ പണ്ഡിതോചിതമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ സമുദായത്തിനും ആശങ്കയുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന 7-ാം തീയതി എല്ലാ വിഷയത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലീഗ് അനുകൂലികളായിട്ടുള്ള സമസ്തയിലെ മുഷാവറ അംഗങ്ങളും ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്തയിലെ മുഷാവറ അംഗങ്ങളും തമ്മിലുള്ള എതിർപ്പുകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിൽ ഉമർ ഫൈസി മുക്കത്തെക്കുറിച്ചാണ് വിശദമായിട്ടുള്ള പരാതിയും കത്തുകളും ഒരു ഭാഗത്ത് കിട്ടിയിട്ടുള്ളത്. അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ ഉമർ ഫൈസി മുക്കത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്ന ഘട്ടത്തിൽ ഉമർ ഫൈസി ആ യോഗത്തിൽ ഇരിക്കേണ്ടതില്ല എന്ന നിലപാടും അത് ഉമർ ഫൈസി നിഷേധിച്ചതുമൊക്കെയാണ് കഴിഞ്ഞ മുഷാവറയിൽ വലിയ തർക്കമായിട്ട് മാറിയത്. അതുപോലെ തന്നെ ലീഗ് അനുകൂലികളായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി ഉൾപ്പെടെയുള്ള മുഷാവറ അംഗങ്ങൾക്കെതിരെ അവർ രൂപീകരിച്ച ആദർശ സംരക്ഷണ വേദി എന്ന സമസ്തയ്ക്ക് സമാന്തരമായിട്ടുള്ള സംഘടനയ്ക്കെതിരെയൊക്കെ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അത് സംബന്ധിച്ചും പരാതി ഉണ്ടാവും. ഏതായാലും സമസ്തയുടെ സ്ഥാപക ലക്ഷ്യത്തിനും സമുദായത്തിനും സമൂഹത്തിനുമെല്ലാം ഗുണം ആകുന്ന രീതിയിൽ സമസ്തയിൽ നിന്നും പുറത്താകേണ്ടവർ പുറത്തായിട്ടും അകത്താകേണ്ടവർ അകത്തായിട്ടും നല്ല ഒരു തീരുമാനത്തിലെത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, കഴിഞ്ഞ സമസ്തയുടെ യോഗത്തിൽ CIC എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഏജൻസിക്കെതിരെ സമസ്ത ആക്ഷൻ എടുത്തതിൻ്റെ പിന്നിലുള്ള കാരണം അത് സമസ്തക്ക് കീഴിൽ വരാൻ അവർ അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമസ്ത ആ ഒരു ഏജൻസിയെ പുറത്താക്കിയത്. അതുപോലെ തന്നെ ഹക്കീം ഫൈസി ആദർശേരി അദ്ദേഹത്തിന് സമസ്തയുടെ ആശയ ആദർശങ്ങളോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടുമൊക്കെയാണ് ഒഴിവാക്കപ്പെട്ടത്, മാറ്റി നിർത്തപ്പെട്ടത് എന്നൊക്കെ പറയപ്പെടുമ്പോൾ, ഇന്ന് സമസ്തയുടെ അണ്ടറിലുള്ള പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജ്, ആ കോളേജ് സമസ്തയുടെ കീഴിലുള്ളതാണല്ലോ. ആ സമസ്തയുടെ കീഴിലുള്ള കോളേജിൽ എന്തുകൊണ്ടാണ് ജാമിയ നൂരിയ സന്നദ്ധാന സമ്മേളനത്തിൽ സമസ്തയുടെ നേതൃനിരയിൽ നിന്നും ഒരുപറ്റം ആളുകളെ ഒഴിവാക്കിയത്? ഇതൊരിക്കലും സമസ്തയുടെ അണ്ടറിൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് യോജിച്ചതല്ലല്ലോ. ആ വാർത്തയൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സമസ്തയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്നാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരെ വെട്ടിയിരിക്കുന്നത്. ജാമിയ സമ്മേളനത്തിലെ സ്ഥിരം പ്രഭാഷകരെയാണ് ഒഴിവാക്കിയത് എന്നാണ് ഇപ്പോൾ നമ്മളുടെ പ്രതിനിധി അഷ്കർ പറയുന്നത്. ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ ഉമർ ഫൈസി മുക്കം, അബ്ദുസലാം ബാഖ്വി, ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, മുസ്തഫ മുണ്ടുപാറ, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയവരെയാണ് ഒഴിവാക്കിയത്. ഇവരെല്ലാം ലീഗ് വിരുദ്ധരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ കഴിഞ്ഞ വർഷവും ഒരു വിഭാഗം നേതാക്കളെ തടഞ്ഞത് വലിയ വിവാദമായിരുന്നു. നിങ്ങൾ ഈ കേട്ടതുപോലെ തന്നെയാണ് അവരുടെ നോട്ടീസ്. ഇതാണ് ആ നോട്ടീസ്. ഈ നോട്ടീസിൽ സമസ്തയുടെ നേതൃനിരയിൽ നിന്ന് പ്രധാനപ്പെട്ട മെമ്പർമാരെ ഒന്നും ഇതിൽ കാണുന്നില്ല. അപ്പോൾ എന്താണ് അതിന് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ അവരൊക്കെയും ലീഗ് വിരുദ്ധരാണ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ ലീഗിൻ്റെ സാഹചര്യത്തെ അവർ എതിർക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ലീഗിൻ്റെ സാഹചര്യം വഹാബിസത്തോട് ചൂരും കൂറുമൊക്കെയുള്ള ആ സമീപനം വെച്ചു പുലർത്തുന്നതുകൊണ്ട് ചില സമസ്തയുടെ നേതാക്കൾക്ക് അത് കഴിയുന്നില്ല. വഹാബിസത്തോടുള്ള വിയോജിപ്പ് കൊണ്ട് തന്നെ
ഇന്നത്തെ ലീഗിൻ്റെ സാഹചര്യത്തോട് അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ അതിനെതിരെ തുറന്നടിച്ചു. ഈ ഒരു കാരണം കൊണ്ട് അവർക്ക് പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിലെ പരിപാടിയിലേക്ക് പ്രവേശനമില്ല. ഇത് ശുദ്ധമായി സമസ്തയുടെ സ്ഥാപക ലക്ഷ്യത്തിനോടെതിരാണ്. കാരണം വഹാബിസത്തിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത് തന്നെ. എന്നാൽ ആ ലക്ഷ്യബോധമുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇന്നത്തെ ലീഗിൻ്റെ സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുക? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സമസ്തയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു കോളേജിൻ്റെ അവസ്ഥയാണിത്. മുസ്ലിം ലീഗിനോട് യോജിച്ചവരെ മാത്രം പരിപാടിയിലേക്ക് വെക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സമസ്തയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജുകളും അതൊക്കെയും ലീഗിൻ്റെ നേതൃത്വത്തിലാണ്, നിയന്ത്രണത്തിലായി മാറുകയല്ലേ ചെയ്യുന്നത്. ഇതുകൊണ്ടാണോ ഹക്കീം ഫൈസി ആദർശേരി സമസ്തയുടെ കീഴിൽ വരുന്നതിനെ കർശനമായിട്ട് എതിർത്തത് എന്ന് സംശയിച്ചു പോവുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇതിലൊക്കെ നിങ്ങൾ ഇടപെടുന്നത് എന്നുള്ളത്. ഞാൻ ഇടപെടുന്നത് ഇതിനൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് സുന്നികൾ, പാവപ്പെട്ട സാധാരണക്കാർ, അവരെല്ലാം അവരുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന സംഘടനയ്ക്ക് പിന്നാലെ കൂടിയവരാണ്. അവരുടെ ആശയങ്ങളും ആദർശങ്ങളുമെല്ലാം വിഭിന്നമായി പോവുകയാണ് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഭിന്നത കാരണം കൊണ്ട്. അതിന് ഉത്തമ ഉദാഹരണം നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. സമസ്തയിലെ 2 വിഭാഗമാണല്ലോ ഷജറകളും അതുപോലെ തന്നെ നളന്ത ടീമും. അഥവാ ഷജറകൾ എന്ന് പറയുന്ന ഒരു ടീമായിട്ട് SKSSF പോലത്തെ ആ ഒരു വിഭാഗത്തെ ഹമീദ് ഫൈസി അമ്പലക്കടവും അതുപോലത്തെ ഉസ്താദുമാരെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു നിരയും, മറുപക്ഷത്ത് സമദ് പൂക്കോട്ടൂരും അതുപോലെ തന്നെ നാസർ ഫൈസി കൂടത്തായും ഒക്കെ ഉള്ള നളന്ത ലീഗ് അനുയായികളായിട്ട് മറ്റൊരു വിഭാഗവുമായിട്ടാണല്ലോ ഇപ്പോൾ നിലവിൽ സമസ്ത പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 പേരിലും ആർക്കാണ് ആദർശമുള്ളത് അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. അതിൻ്റെ ഉദാഹരണമായിട്ട് ഒരേ സദസ്സിൽ ഒരേ പരിപാടിയിൽ ഈ 2 വിഭാഗവും ഒരുമിച്ച് കൂടിയപ്പോൾ ആദ്യം പറഞ്ഞ അമ്പലക്കടവ് ഹമീദ് ഫൈസി പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സദസ്സും വേദിയും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ചോറ്റൂർ ത്വരീക്കത്തുണ്ടായിരുന്നു ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ വാദഗതി എന്തായിരുന്നു? ഒരു ഉറപ്പ് കിട്ടുന്നവരെ ഇബാദത്ത് തുടരണം. ഏറെക്കുറെ നമ്മൾ നല്ല ആളുകളായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇബാദത്തിന്റെ ആവശ്യമില്ല, വേണ്ടതുപോലെ ജീവിക്കാം, സ്വതന്ത്രമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഈ എളുപ്പമാർഗം ആളുകൾ പെട്ടെന്ന് വശീകരിക്കപ്പെട്ടു. സമസ്ത കേരള ജമാഅത്തിൽ പഠിച്ചു, മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിന്റെ കൃത്യമായ വിവരങ്ങൾ മുസ്ലിം ജനസമൂഹത്തിന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ചോറ്റൂർ ത്വരീക്കത്തിൽ നിന്നും ആളുകൾ പിൻവാങ്ങി. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, ഒരുപാട് ചരിത്രങ്ങൾ പരിശോധിച്ചു. വഹാബി പ്രസ്ഥാനം ഉടലെടുത്ത സാഹചര്യത്തിലാണ് സമസ്ത രംഗത്ത് വന്നത്. വഹാബി പ്രസ്ഥാനത്തിന് അന്ന് തൊട്ട് ഇന്നോളം അപ്പോഴേക്ക് കുറച്ച് വളർന്നു കഴിഞ്ഞിരുന്നു. നിരന്തരം അവർക്കെതിരെയുള്ള ബോധവൽക്കരണം തുടർന്നതിന്റെ ഫലമായി മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം സാധിച്ചിട്ടുണ്ട്. ആശയപരമായി ദുർബലമാക്കി പരസ്പരം കാഫറുകളും മുശ്രിക്കുകളുമാക്കി ചിത്രീകരിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി ശിഥിലമായി ചിന്നിച്ചെറി കിടക്കുന്ന ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദുർബല സംഘടനകളാക്കി മാറ്റാൻ അവരെ സാധിച്ചു. സമസ്ത ആശയത്തിൽ ഉറച്ചു നിന്നു. യാഥാർത്ഥ്യം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യം അവർ ഈ പറഞ്ഞ ഷിർക്കിൽ കഴമ്പില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്താണ് സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദും ഷിർക്കും പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് താബികളുടെ സമീപനം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് താബികളുടെ സമീപനം പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിൽ നമുക്ക് മാതൃക ഖുർആനും ഹദീസും മാത്രമല്ല, ആ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിച്ച 1, 2, 3 തലമുറകളിലെ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളാണ് നമ്മുടെ മാതൃക. ഖൈറുൽ ഖുർനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലത് എൻ്റെ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുസ്ലിമീങ്ങളാണ്, പിന്നെ 2-ാം നൂറ്റാണ്ടുകാരാണ്, പിന്നെ 3-ാം നൂറ്റാണ്ടുകാരാണെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ 3 നൂറ്റാണ്ടുകാർ നല്ലവരാ. മദ്ഹബിന്റെ ഇമാമുകളൊക്കെ ആ 3 നൂറ്റാണ്ടിലാണുള്ളത്. ആ 3 നൂറ്റാണ്ടുകളുടെ ഇമാമുമാരുടെ സ്വാലിഹീങ്ങളുടെ മഹാത്മാക്കളുടെ ഉലമാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ മഹാന്മാരെ ഖബറിൽ പോയിട്ടുണ്ട്. അവരൊക്കെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇസ്തിഗാസ അംഗീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ തബറുക്ക് അംഗീകരിച്ചിട്ടുണ്ട്. ഇതാണ് സമസ്ത കേരള ജമഅത്തുൽ ആലിമീങ്ങൾ പഠിപ്പിച്ചത്. വഹാബി പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ഈ തൗഹീദ് തെറ്റാണ് എന്ന് അർത്ഥശങ്കകളില്ലാത്ത വിധം സലക്ഷം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി. എത്രയോ ചരിത്ര സംഭവങ്ങൾ കാണാം, സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്ര സംഭവങ്ങൾ. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്. ഹിജ്റ വർഷം 51-ലാണ് ജനിച്ചത്. എന്നുവെച്ചാൽ റസൂലുള്ളാഹിന്റെ ഹിജ്റയ്ക്ക് ശേഷം കേവലം 50 വർഷം പിന്നിട്ടപ്പോൾ ജനിച്ചു. 131 വഫാത്തായി. ഒരു മഹാത്മാവായ പണ്ഡിതൻ. ഇനി ഇതേ പരിപാടിയിൽ തന്നെ നളന്ത വിഭാഗം നേതാവാകുന്ന
സമദ് പൂക്കോട്ടൂർ പ്രസംഗിക്കുമ്പോഴുള്ള വേദിയും സദസ്സും നിങ്ങൾ കണ്ടു നോക്കൂ. നേരത്തെ പറഞ്ഞത് ഔദ്യോഗികമായിട്ട് ഇവരുടെ ചാനൽ വന്നതാണ്. രണ്ടാമത്തേത് ചാനലിലല്ല, അതേ സദസ്സിലിരുന്നു കൊണ്ട് ഒരു പ്രേക്ഷകൻ എടുത്തു തന്ന വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് കാണാം. ജില്ലയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഇവരുടെ പ്രവർത്തനത്തിന്റെ പ്രചരണ സമാപനമായി പട്ടാമ്പിയിൽ നിവാതീരത്തൊരു മഹാസമ്മേളനം നടത്തി സമത്ത. ഇവരുടെ പ്രവർത്തനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിൽ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മദ്രസ വിദ്യാഭ്യാസം നടത്തുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. 980 വളാഞ്ചേരി സമ്മേളനത്തിലും ഈ പട്ടാമ്പിയിലെ സമ്മേളനത്തിലും മഹാനായ ബാഫക്കി തങ്ങൾ ശക്തമായി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, നമുക്ക് മദ്രസകൾ വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമസ്തയുടെ ബലവും പിൻബലവുമൊക്കെയും സാധാരണക്കാരാകുന്ന ആശയമൂർച്ചയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ സുന്നി ആര് പറയുന്നോ അവരുടെ പിന്നാലെയാണ് ജനങ്ങളുണ്ടാവുക എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം നന്മയുടെ വാക്താക്കളാക്കി തീർക്കുമാറാകട്ടെ.